മഹാഭാരതവും രാമായണവും വായിക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഈ ചാനലിൽ വീഡിയോകൾ വന്നിരുന്നു. ഭാഗവതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ചാനലിൽ തുടരെ വീഡിയോകൾ ചെയ്യുവാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. എങ്കിലും ചെയ്യുന്ന വീഡിയോസിന് പരമാവധി കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നു. ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കഥ വായിച്ചു മനസ്സിലാക്കി തന്റേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാ ചാനൽ ആയല്ല ഈ ചാനൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ കഥ സ്വന്തം നിലയ്ക്ക് വായിച്ചു മനസ്സിലാക്കാനും ഭാവനയിൽ ആസ്വദിക്കാനും സാധിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പുസ്തകങ്ങൾ പതിറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു കുടുംബ ആസ്തിയായിരിക്കും. ഇവിടെ യാതൊരുവിധത്തിലുള്ള പുസ്തക വിൽപ്പനയോ പ്രമോഷനോ ലക്ഷ്യം വെക്കുന്നില്ല. നിങ്ങൾ വായിച്ചിട്ടുള്ള മികച്ച ഗ്രന്ഥങ്ങൾ കമന്റ് ബോക്സിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനായി ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഭാഗവതം പുസ്തകങ്ങളെക്കുറിച്ചുള്ളതാണ്. രാമായണത്തെയും മഹാഭാരതത്തെയും അപേക്ഷിച്ചു ഭാഗവതത്തിന് മലയാളത്തിൽ നിരവധി മികച്ച പരിഭാഷകൾ ഭാഗ്യവശാൽ ലഭ്യമാണ്. അതിനാൽ നിങ്ങളുടെ വിശ്വസ്തനായ പുസ്തകശാലയുടെ നിർദ്ദേശം പരിഗണിക്കാവുന്നതാണ്. ക്ഷേത്രങ്ങളുടെ ഔദ്യോഗിക പുസ്തകശാലകളെക്കാൾ മികച്ചത് ക്ഷേത്ര പരിസരത്തുള്ള ചെറിയ ഗ്രന്ഥശാലകൾ തന്നെയാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൂടുതൽ പ്രചാരത്തിലുള്ള മികച്ച പരിഭാഷകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഭാഗവതത്തെ ഭഗവാന്റെ ഗ്രന്ഥാവതാരം ആയാണ് പറയുന്നത്. ഭക്തിരസത്തിന് പ്രാധാന്യം കൂടുതൽ ഉള്ളതിനാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു കഥ എന്ന നിലയ്ക്ക് ഭാഗവതത്തിന് രാമായണത്തിനോ മഹാഭാരതത്തിനോ ഉള്ളത്ര പ്രചാരം ഇല്ല. എങ്കിലും ഈയിടെയായി ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്ന മൾട്ടിവേഴ്സ്, ടൈം ട്രാവൽ തുടങ്ങിയ സിദ്ധാന്തങ്ങളിൽ ഉള്ള ചർച്ചകൾ നിമിത്തം ചിലർ ഭാഗവതം വായിക്കുന്നതിനും താൽപര്യം കാണിക്കുന്നു എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ്. ഒരുപാട് മികച്ച തർജ്ജമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പലതും ഇപ്പോൾ ഏതെങ്കിലും പ്രസാധകർ അച്ചടിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിനാൽ SP നാരായണൻ എംബ്രാന്തരിയുടെ പദ്യവും അർത്ഥവും അടങ്ങിയ തർജ്ജമയും ഗദ്യരൂപത്തിലുള്ള പതിപ്പുകളായ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ, സിദ്ധിനാഥാനന്ദ സ്വാമികൾ, വൈശ്രവണത്ത് രാമൻ നമ്പൂതിരി, തട്ടയൂർ ഉണ്ണി നമ്പൂതിരി തുടങ്ങി അനേകം പണ്ഡിതന്മാരുടെ അനുഗൃഹീത തർജ്ജമകൾ ഒന്നും തന്നെ ഇവിടെ എടുത്തു പറയേണ്ടതില്ലല്ലോ. എല്ലാം മികച്ച പുസ്തകങ്ങൾ തന്നെയാണ്. തുടക്കക്കാർക്കുള്ള ചെറിയ പുസ്തകങ്ങളും ധാരാളമായി ലഭ്യമാണ്. കൃഷ്ണാവബോധം ഇസ്കോൺ സമ്പ്രദായം പിന്തുടരുന്നവർക്ക് 18 വോളിയം ഉള്ള ഭാഗവതം ഇസ്കോൺ ശാഖകളിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കും. കമലാ സുബ്രഹ്മണ്യത്തിന്റെ മഹാഭാരതം, രാമായണം, ഭാഗവതം എന്നിവ കഥാരൂപത്തിൽ വായിക്കാൻ സാധിക്കുന്ന രസകരമായ പുസ്തകങ്ങളാണ്. കമലസുബ്രഹ്മണ്യത്തിന്റെ പുസ്തകങ്ങൾ മതപരമായ താൽപര്യങ്ങൾ ഇല്ലാത്തവർക്ക് കൂടി ഏറ്റവും അനുയോജ്യമാണ്. കമലാ സുബ്രഹ്മണ്യം ഭാഗവതം സ്റ്റോറി ടെൽ പ്ലാറ്റ്ഫോമിൽ ഓഡിയോ രൂപത്തിൽ ലഭ്യമാണ്. ശ്രേയസ് തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിന്ന് നിരവധി PDF പതിപ്പുകൾ ലഭ്യമാണ്. കിൻഡിൽ വായനക്കാർക്ക് നിലവിൽ ഗിരി പബ്ലിഷറുടെയും ഗൗരി ഒളപ്പമണ്ണയുടെയും പതിപ്പുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഗിരി പബ്ലിഷറുടെ പതിപ്പിൽ സംസ്കൃത ശ്ലോകങ്ങളുടെ മലയാളം ലിപി മാത്രമാണ് ഉള്ളത്, അർത്ഥം ലഭ്യമല്ല. ഗൗരി ഒളപ്പമണ്ണയുടെ പതിപ്പ് കഥാരൂപത്തിൽ വായിക്കാവുന്ന ഒന്നാണ്. വളരെ മികച്ചത് എന്ന് പറയുവാൻ സാധിക്കുകയില്ലെങ്കിലും നിലവിൽ ഇത് മാത്രമേ ലഭ്യമായുള്ളൂ. കൂടുതൽ പുസ്തകങ്ങൾ കാണുക. KV തിക്കുറിശ്ശിയുടെ ഭാഗവതം ഗദ്യപരിഭാഷ വളരെ പ്രചാരം നേടിയ പുസ്തകമാണ്. 30 വർഷമായി ലഭ്യമല്ലാതിരുന്ന മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ളയുടെ ശ്രീമദ് ഭാഗവതം ഇപ്പോൾ സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ട്. സമ്പൂർണ്ണ പദ്യപരിഭാഷയാണിത്. മലയാള ലിപിയിൽ സംസ്കൃതം മൂലവും മലയാള പദ്യപരിഭാഷയും ഉണ്ടാകും. വെബ്സൈറ്റിൽ വാങ്ങാവുന്നതാണ്. DC ബുക്കും മികച്ച ഒരു ഭാഗവതം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കമലാ സുബ്രഹ്മണ്യത്തിന്റെ പുസ്തകങ്ങൾ പോലെ തന്നെ ഒരു നോവൽ പോലെ കഥ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കു വേണ്ടി ഡോക്ടർ PS നായരുടെ മഹാഭാരതം, രാമായണം, ഭാഗവതം, ദേവി ഭാഗവതം എല്ലാം വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി പദ്യവും അർത്ഥവുമുള്ള പതിപ്പുകളിൽ ഒന്നാമതായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് 100 വർഷത്തോളമായി ആധികാരിക ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസാധകരായ ഗീത പ്രസ് ഗോരഖ്പൂർ പ്രസിദ്ധീകരിക്കുന്ന ഭാഗവതം തന്നെയാണ്. ഗീത പ്രസ്സിന് രാജ്യം ഗാന്ധി പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഇതല്ലെങ്കിൽ ശ്രീ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന രാജേഷ് പുല്ലാട്ടിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകം പരിഗണിക്കാം. ഒരുപാട് പുസ്തകങ്ങൾ പറഞ്ഞുപോയതിൽ കഥാരൂപത്തിൽ വായിക്കാൻ ഞാൻ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കുന്നത് 3 പരിഭാഷകളാണ്. 1. സ്വാമി സിദ്ധിനാഥാനന്ദ, രാമകൃഷ്ണ മഠം, തൃശൂർ.
2. തമ്പാട്ട് ശങ്കരൻ നായർ, മാതൃഭൂമി ബുക്സ്, കോഴിക്കോട്. 3. നല്ലൊപിള്ളി നാരായണാലയം, പാലക്കാട്. ഇതിൽ അവസാനം പറഞ്ഞ പുസ്തകമാണ് അല്പം കൂടുതൽ മികച്ചത്.